തപാൽ വോട്ട് തിരുത്തിയെന്ന പരാമർശത്തിൽ മുതിർന്ന CPM നേതാവ് ജി സുധാകരനെതിരെ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്താൻ സാധ്യത. ജനപ്രാതിനിധ്യ നിയമത്തിലെ 4 വകുപ്പുകൾ പ്രകാരം കേസെടുക്കാമെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ. കേസെടുക്കുന്നതിനുള്ള നിയമോപദേശം ആലപ്പുഴ സൗത്ത് പോലീസിന് ഇന്ന് ലഭിക്കും. വിഷയം ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചർച്ചയാകാൻ സാധ്യത. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങളും അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേരും. അതുപോലെ സംസ്ഥാന സെക്രട്ടറിയിൽ ഈ സംഭവം ചർച്ചയ്ക്ക് വരുമോ എന്ന് പരിശോധിക്കാൻ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് കൂടി ചേരും. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. മനീഷ് മഹിവാൽ, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? ജി സുധാകരൻ പറയുന്നത് അദ്ദേഹം ഭാവന കലർത്തി സംസാരിച്ചതാണ്, അതല്ലാതെ അദ്ദേഹം ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാണല്ലോ. അതിനുശേഷം എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? SKN സുധാകരൻ ഈ വിഷയത്തിൽ മലക്കം പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രസ്താവന തിരുത്തുകയുണ്ടായി. പക്ഷേ ഒരു വശത്ത് അദ്ദേഹത്തിനെതിരായ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് സംബന്ധിച്ച നിയമ ഉപദേശം ഇന്നാണെങ്കിലും സൗത്ത് പോലീസിന് ലഭിക്കും. ബൂത്ത് പിടുത്തം മുതൽ തപാൽ തിരുത്തിയടക്കമുള്ള വകുപ്പ് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 4 വകുപ്പുകൾ പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസെടുക്കാം. ഒരു പക്ഷേ എടുക്കാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം 36 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. 1989 നടന്ന സംഭവമാണ്. ഇത് സംബന്ധിച്ച മറ്റാരുടെങ്കിലും മൊഴിയെടുക്കലോ തെളിവ് ശേഖരണം ഒക്കെ സംബന്ധിച്ച് അത് പോലീസിന് വലിയ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവനയെ സംബന്ധിച്ച് പലപ്പോഴും നേരത്തെ PC ജോർജൊക്കെ തന്നെ പ്രസ്താവന നടത്തിയ സംഭവത്തിൽ അതിൻ്റെ തെളിവ് ശേഖരണവും മറ്റ് സാങ്കേതികമായ വിഷയങ്ങൾ മൂലം കേസെടുക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കേസെടുക്കാത്ത സാഹചര്യം ഒരു പക്ഷേ ഉണ്ടായേക്കാം. പക്ഷേ കേസെടുക്കണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു വശത്ത് സുധാകരനെതിരായിട്ടുള്ള നിയമ നടപടികൾ പുരോഗമിക്കലും മറുവശത്ത് പാർട്ടിയിൽ വലിയ കൊള്ളടക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഇടതുപക്ഷത്തിന് CPM-നൊക്കെ തന്നെ ലഭിക്കുന്ന വലിയ ജനപിന്തുണ അത് സംബന്ധിച്ചു അതിൻ്റെ വിശ്വാസ്യത തന്നെ തകർക്കുന്ന ഒരു പ്രസ്താവനയാണ് അത് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് 50 വർഷത്തിലധികമായി ഈ പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാൾ ഈ വിധത്തിൽ പറയുന്നത്. അത് അപക്വമായിട്ടുള്ള ഒരു രീതിയാണ്. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇന്നലെ തന്നെ പാർട്ടി ജില്ലാ നേതൃത്വം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ തീർത്തും തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ സാധാരണ ശൈലിയാണത്. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമല്ല. ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതൊന്നും കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ പാരമ്പര്യമല്ല. അദ്ദേഹത്തിൻ്റെ സാധാരണ ശൈലിയായിരിക്കും. അന്വേഷണം നടക്കട്ടെ എന്ന നിലപാട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആർ നാസർ എടുത്തു. മറ്റ് നേതാക്കൾ ആരും ഇത് സംബന്ധിച്ചുള്ള യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷേ അക്ഷരാർത്ഥത്തിൽ പാർട്ടിയെ തന്നെയാണ് പ്രതിക്കൂട്ടിലാക്കുന്നത്. BJP പോലും ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് EVM-നെ CPM-ഉം കോൺഗ്രസും ഒക്കെ തന്നെ വിമർശിക്കുന്നതിൻ്റെ ഉദാത്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് സുധാകരൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഒരു മൃദു സമീപനം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ജി സുധാകരനെ വിമർശിക്കുന്നതുകൊണ്ട് അവർ നിയമ നടപടികളുമായി നീങ്ങുന്നതിലൊക്കെ തന്നെ സുധാകരനോട് ചെറിയൊരു മറ്റൊരു നിലപാട് കൂടിയാണ്. കാരണം അവരോട് പല പരിപാടികളിലൊക്കെ തന്നെ ജി സുധാകരൻ പല കോൺഗ്രസ് പരിപാടികളിലും എത്തുന്നു. അവരുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നത് കൊണ്ട് തന്നെ ജി സുധാകരനെ വിമർശിക്കുന്നതിൽ കോൺഗ്രസ് അല്പം അയവ് പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതേ മറിച്ച് BJP ഈ പറയുന്ന ജി സുധാകരനെതിരായിട്ടുള്ള നിയമ നടപടികളിലൊക്കെ തന്നെ കക്ഷി ചേരും. BJP അത് സംഘടനാപരമായി തന്നെ ഇടപെടലുകൾ നടത്തുമെന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ വലിയ കൊള്ളടക്കമുണ്ടാകും. ജി സുധാകരൻ നിലവിൽ ഏരിയ സെന്റർ കേന്ദ്രീകരിക്കുന്ന ബ്രാഞ്ച് അംഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായ ഒരു അച്ചടക്ക നടപടിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷേ പാർട്ടി കൃത്യമായി ഇന്നലെ മാധ്യമ വാർത്തകൾ വന്നെങ്കിലും NGO യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച പരിപാടിയിൽ ജി സുധാകരന്റെ പ്രസംഗം 1 മണിക്കൂർ പ്രസംഗം കൃത്യമായി പാർട്ടി അത് പരിശോധിച്ചു. എവിടെയാണ് സുധാകരൻ തെറ്റുപറ്റി അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പാർട്ടി അത് മേൽ കമ്മിറ്റികളിലേക്ക് അറിയിച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരുപക്ഷെ മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. അവിടെ ഈ വിഷയം ഈ സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുമെന്നാണ് നമ്മുടെ പ്രതിനിധി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീജിത്ത് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, വിവരങ്ങൾ പറയും. ഗുഡ് മോർണിംഗ് SKN ഗുഡ് മോർണിംഗ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ഇന്ന് രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്ത് ചേരുകയാണ്. പൊതുവായി രാഷ്ട്രീയ സംഘടനാ വിഷയങ്ങൾ സെക്രട്ടറി യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമെങ്കിലും ഇന്ന് ഏറ്റവും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ജി സുധാകരൻ്റെ തപാൽ വോട്ടിൽ കൃത്രിമത്വം നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിവാദമാണ്. ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാൻ CPM കൂട്ടുനിന്നു എന്ന തരത്തിലുള്ള വിമർശനമാണ് ഈ വെളിപ്പെടുത്തലോടെ CPM നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന പ്രശ്നം CPM-ന് മുന്നിലുണ്ട്. ജി സുധാകരൻ തന്നെ പ്രസ്താവന തിരുത്തി മലക്കം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിനെതിരായ വീഡിയോ തെളിവായി അവിടെ നിൽക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റും അക്കാര്യത്തിൽ ഗൗരവതരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിൽ എന്ത് നിലപാട് വേണമെന്ന കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ ജി സുധാകരനെ തള്ളിപ്പറയാനുള്ള നിർദ്ദേശം ജില്ലാ നേതൃത്വത്തിന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ സുധാകരനെ തള്ളി രംഗത്ത് വന്നതും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിരക്കുന്നതല്ല എന്ന പ്രസ്താവന
നടത്തി. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പ്രതികരണം അവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. താങ്ക് യു ആർ ശ്രീജിത്ത്.